അത് ഞാൻ ഏറ്റു. പക്ഷേ അതിനു മുമ്പ് മേഡം ഒരു കാര്യം എന്നോട് പറയണം. ഇത്രമാത്രം മകളെ സ്നേഹിക്കുന്ന ഒരു അമ്മ എന്തുകൊണ്ടാണ് അവളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത്? നന്നായിട്ടാട്ടെ. അങ്ങനെ പോരട്ടെ. ഇത് അറിഞ്ഞല്ലോ. അങ്ങനെ പാട്ടുപാട്. മേഡം ഒന്ന് നിൽക്കണേ. മോനെ, ഞാൻ ഫിദയെന്ന് കാണാൻ വന്നതാ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് വരുൺ അറിയാലോ. അതൊക്കെ അറിയാം, വ്യക്തമായിട്ട് തന്നെ അറിയാം. എന്നാ പിന്നെ ഫിദ മേഡത്തിനൊന്ന് വിളിക്കൂ. എനിക്ക് ഫിദ മേഡത്തിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ വിളിക്കാം. വേണ്ട, ശ്യാമ മേഡം വിളിക്കണ്ട. ഫിദ മേഡത്തിനെ ഞാൻ തന്നെ വിളിച്ചോണ്ട് വരാം. മേഡം ദേ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. ഫിദ മേഡം വന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും പറയാനുള്ള കാര്യങ്ങൾ പറയാം. ഫിദ മേഡം, വരുൺ, ഫിദ മേഡം, വരുൺ മോനെ നിൽക്ക്. ഫിദ മേഡം, വരുൺ, ഞാനൊന്ന് പറയട്ടെ. പ്രത്യേകിച്ച് എന്ത് പറയാനാ മേഡം? ഫിദ മേഡം വരട്ടെ. ഫിദ മേഡം പുറത്ത് വരാതെ ഞാൻ ഇവിടുന്ന് വിടില്ല മേഡത്തിന്. വരുൺ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഫിദ മേഡം, ഫിദ മേഡം. അമൃത മേഡം, ദാ ശ്യാമ മേഡം വന്ന് കണ്ടില്ലേ? എനിക്ക് ശ്യാമ മേഡത്തിനോടും ഫിദ മേഡത്തിനോടും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഫിദ മേഡത്തിനൊന്ന് വിളിക്കോ? അല്ല, എന്ത് ഇതുവരെ പുറത്തിറങ്ങാത്തത്? അതിന് ഫിദ ഇവിടെ ഇല്ല. എവിടെ പോയി? എന്നോടൊന്നും പറഞ്ഞില്ല. രാവിലെ തന്നെ വളരെ അത്യാവശ്യമായിട്ട് എവിടേക്കോ പോയതാ. അല്ല, അകത്ത് ഫിദ മേഡത്തിന്റെ വേഷം ഉണ്ടാവുമല്ലോ, അത് നിർത്തിക്കൊണ്ട് വരാൻ പറ്റുമോ? എന്തിന്? ആ വേഷം ശ്യാമ മേഡത്തിന് സ്യൂട്ട് ആവുമെന്ന് എനിക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാ. എന്റെ മനസ്സ് പറയുന്നു ആ വേഷം ശ്യാമ മേഡത്തിന് കൃത്യമായിട്ട് പാകാവുന്നു. ഞാൻ എന്തിനാ വരുൺ ആ ഡ്രസ്സൊക്കെ ഇടുന്നേ? എന്തൊക്കെയാ വരുൺ ഈ കാണിച്ചു കൂട്ടുന്നേ? അല്ല, എന്തൊക്കെയാ നിങ്ങൾ എല്ലാവരും കൂടി കാണിച്ചു കൂട്ടുന്നത്? ശ്യാമ മേഡോ അമൃത മേഡോ അതിനൊരു ഉത്തരം പറയാമോ? ഓക്കെ, നമുക്ക് ഇന്നത്തെ ദിവസം മുഴുവൻ ഇവിടെ കാത്തിരിക്കാം. ഫിദ മേഡം തിരിച്ചു വരുമെന്ന് അമൃത മേഡത്തിന് ഉറപ്പുണ്ടോ? ശ്യാമ മേഡത്തിന് ഉറപ്പുണ്ടോ? വരില്ല. കാരണം ഫിദ മേഡം എന്നൊരു കഥാപാത്രം നമുക്കിടയിലില്ല. ഉണ്ടോ? ഉണ്ടോ മേഡം? വരുണിന് ഈ സംശയം തുടങ്ങിയിട്ട് കുറച്ചു നാളായി. സംശയമല്ല, വരുൺ വ്യക്തമായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വരുൺ ഇത് രാധിയോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചെറിയമ്മ പേടിക്കണ്ട. മേഡം, മക്കൾക്ക് വേണ്ടി പല രീതിയിലുള്ള ത്യാഗവും ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് മകൾക്ക് മുന്നിൽ മറ്റൊരു പെണ്ണിന്റെ വേഷത്തിൽ നിൽക്കുന്ന മേഡത്തിന്റെ ത്യാഗമാണ്. അങ്ങനെ ഒരു വേഷം രാധയ്ക്ക് മുമ്പിൽ മേഡം കെട്ടണമെങ്കിൽ അതിന് വ്യക്തമായ ചില കാരണങ്ങൾ ഉണ്ടാവണം. വേണ്ടേ? കണ്ടുപിടിച്ച അന്ന് തന്നെ എനിക്ക് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷേ
അന്ന് ഞാൻ അവിടെ ഒരു അമ്മയുടെ കരുതൽ കണ്ടു. അതുകൊണ്ടാ പ്രത്യേകിച്ചൊന്നും സംസാരിക്കാതിരുന്നത്. ചെറിയമ്മേ, വരുണിന് ഈ കാര്യം തിരിച്ചറിയാം. ഇത് പറഞ്ഞപ്പോ കൂടെ നിൽക്കണമെന്ന് ഞാൻ വരുണിനോട് റിക്വസ്റ്റ് ചെയ്തതാ. രാധികയും ചെറിയമ്മയും ഇനി ഒന്നിച്ച് ചേർക്കാനുള്ള കാര്യങ്ങൾ വരുൺ ചെയ്തോളൂ. താങ്ക്സ് വരുൺ. ഇതിനപ്പുറം ഒരു സഹായം എന്റെ ജീവിതത്തിൽ ഇനി കിട്ടാനില്ല. ഓക്കെ മാഡം. രാധികയും മാഡത്തിനെയും ഇനി ഒന്നിച്ച് ചേർക്കേണ്ടത് എന്റെ ചുമതലയാ. അത് ഞാൻ ഏറ്റെടുത്തോളാം. അത് ഞാൻ ഏറ്റു. പക്ഷേ അതിനു മുമ്പ് മാഡം ഒരു കാര്യം എന്നോട് പറയണം. ഇത്രമാത്രം മകളെ സ്നേഹിക്കുന്ന ഒരു അമ്മ എന്തുകൊണ്ടാണ് അവളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞതെന്ന്? വരുൺ എന്റെ കൂടെ വരൂ. ഇത് എന്റെ ഭർത്താവ് അഖിൽ, രാധയുടെ അച്ഛൻ. മുൻപൊരിക്കൽ രാധികയെ ഞാനിവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അവളുടെ അച്ഛൻ അവളെ ഒന്ന് കാണാൻ. ലോകത്തിലെ എല്ലാ സങ്കടങ്ങൾക്കും പകരം സന്തോഷം കയ്യിൽ കരുതിയിരുന്ന ആളാ എൻ്റെ അഖിൽ സാറ്. പക്ഷേ ശത്രുക്കൾക്ക് അത് ഉൾക്കൊള്ളാനായില്ല. എത്രയോ മാർഗങ്ങളിൽ അവർ ഞങ്ങളെ ഇല്ലാതാക്കാൻ നോക്കി, നശിപ്പിക്കാൻ നോക്കി. ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ പോലും പലവട്ടം എന്നെ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ട്. അതെല്ലാം അഖിൽ സാറിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഞാൻ പൂർണ്ണ ഗർഭിണിയായിരുന്നപ്പോ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി അഖിൽ സാറും അമൃതയെടുത്തിയും ആദിത്യൻ ചേട്ടനും എൻ്റെ കൂടെ തന്നെ വന്നു. പക്ഷേ മറഞ്ഞു നിന്ന ശത്രുക്കൾ അതുപോലും സമ്മതിച്ചില്ല.